നമസ്കാരം. നടി ശ്വേത മേനോനെതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കി. ശ്വേത അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്നാരോപിച്ച് രജിസ്റ്റർ ചെയ്തിരുന്ന കേസാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അമ്മ തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്വേത മേനോന്റെ സൽപ്പേര് കളങ്കപ്പെടുത്താനായിരുന്നു പരാതിയെന്ന വിമർശനത്തോടെയാണ് കോടതിയുടെ ഉത്തരവ്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് കോടതി റദ്ദാക്കിയത്. എഫ്ഐആറിൽ പറഞ്ഞ വകുപ്പുകൾ നിലനിൽക്കുന്നില്ലെന്നും പരാതിക്കാരൻ ഗൂഢലക്ഷ്യത്തോടെയും വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് കേസ് നൽകിയതെന്നും കോടതി നിരീക്ഷിച്ചു. അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കൊടുത്ത പരാതി ദുരുദ്ദേശപരമാണെന്നും വ്യക്തമാണെന്നും കോടതി നിരീക്ഷിച്ചു. ഹർജിക്കാരിക്ക് മാനഹാനി ഉണ്ടാക്കാനും സമൂഹത്തിൽ മാന്യമായ ജീവിതം നയിക്കുന്നവരെ അപകീർത്തിപ്പെടുത്താനുമായിട്ടാണ് പരാതി നൽകിയതെന്നും കോടതി വ്യക്തമാക്കി. പരാതി മുഖവിലക്കെടുത്താലും സ്വകാര്യ അന്യായം അനുസരിച്ച് ശ്വേത മേനോനെതിരായി ചുമത്തിയ ITA നിയമത്തിലെയും ഇമ്മോറൽ ട്രാഫിക് നിയമത്തിലെയും കുറ്റങ്ങൾ നിലനിൽക്കില്ല. ശ്വേത മേനോന്റെ സൽപ്പേര് കളങ്കപ്പെടുത്താനും വ്യക്തിവിദ്വേഷം മുൻനിർത്തിയുമാണ് പരാതി. നിലനിൽക്കാത്ത കേസ് എഴുതിത്തള്ളാനായി റഫർ റിപ്പോർട്ട് നൽകാത്തത് എന്താണെന്ന് പോലീസിനോട് ഹൈക്കോടതി ചോദിച്ചു. സെൻസർ ബോർഡ് അംഗീകാരം ലഭിച്ച സിനിമകളെക്കുറിച്ച് ഇത്തരമൊരു പരാതി ഉന്നയിച്ചത് നിയമപരമായി നിലനിൽക്കില്ലെന്നും പരാതിക്ക് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും കോടതി വിലയിരുത്തി. പാലേരി മാണിക്യം, രതിനിർവേദം, കളിമണ്ണ് എന്നീ ചിത്രങ്ങളിലും ഗർഭനിരോധന ഉറയുടെ പരസ്യ ചിത്രത്തിലും ശ്വേത മേനോൻ അഭിനയിച്ചു എന്നായിരുന്നു പരാതിക്കാരന്റെ ആരോപണം. എന്നാൽ പാലേരി മാണിക്യത്തിലെ അഭിനയത്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എല്ലാ ചലച്ചിത്രങ്ങൾക്കും സെൻസർ ബോർഡ് യഥാസമയം അംഗീകാരം നൽകിയിട്ടുണ്ട്. അമ്മ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി തന്നെ അധിക്ഷേപിക്കാനാണ് പരാതി നൽകിയതെന്ന ശ്വേത മേനോന്റെ വാദവും അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്ന മാർട്ടിൻ മീനാശ്ശേരിയുടെ പരാതിയിലായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസ് നടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. IT നിയമത്തിലെ 67A പ്രകാരമായിരുന്നു അന്ന് കേസെടുത്തത്. അശ്ലീല ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചെന്നും പരാതിയിൽ ആരോപണമുണ്ടായിരുന്നു. 2025 ഓഗസ്റ്റിൽ മാർട്ടിൻ മേനാശ്ശേരി എന്ന വ്യക്തി നൽകിയ പരാതിന്മേൽ എറണാകുളം CGM കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊച്ചി സെൻട്രൽ പോലീസ് നടിക്കെതിരെ കേസെടുത്തത്. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോൻ മത്സരിക്കുന്ന സമയത്താണ് ഈ കേസ് വന്നത് എന്നത് അന്ന് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇത് സ്ഥാനാർത്ഥിയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് അന്ന് തന്നെ പലരും ആരോപിച്ചിരുന്നു. 2025 ഓഗസ്റ്റിൽ തന്നെ ഈ കേസിന്റെ തുടർ നടപടികൾ ഹൈക്കോടതി അന്ന് സ്റ്റേ ചെയ്തിരുന്നു. പരാതി ഫയൽ ചെയ്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകിയ കീഴ്ക്കോടതിയുടെ നടപടിയിൽ ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു. ജൂലൈ 31-നാണ് എറണാകുളം CGM കോടതിയിൽ പരാതി നൽകുന്നത്. നടിക്കെതിരെ നേരത്തെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും അതിനാലാണ് കോടതിയെ സമീപിക്കുന്നതെന്നുമായിരുന്നു ഹർജിയിലെ വാദം. കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു പോലീസ് കേസെടുത്തത്. ഇത് നിയമവൃത്തങ്ങളിൽ വരെ വലിയ അമ്പരപ്പുണ്ടാക്കി. സെൻസർ സർട്ടിഫിക്കറ്റുള്ള ചിത്രത്തിൽ അഭിനയിച്ചതിന്റെ പേരിൽ എങ്ങനെയാണ് ഒരു നടിക്കെതിരെ കേസെടുക്കുക എന്നത് വലിയ വിവാദമായി. കേസിന് പിന്നിൽ നടൻ ബാബുരാജ് ആണെന്ന് വരെ അന്ന് ആരോപണം ഉയർന്നിരുന്നു. അതേസമയം താരസംഘടന അമ്മയുടെ അധ്യക്ഷ പദവിയിൽ എത്തിയപ്പോൾ കൂട്ടത്തിലുള്ളവരിൽ നിന്ന് തന്നെ അധിക്ഷേപം നേരിട്ടിരുന്നുവെന്ന് അടുത്തിടെ ശ്വേത മേനോൻ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. മനോരമ ന്യൂസ് ചാനലിന്റെ ന്യൂസ് മേക്കർ സംവാദ വേദിയിലായിരുന്നു ശ്വേത മേനോൻ അത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. സ്പോൺസർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പോലും ഒപ്പമുള്ളവരിൽ ചിലർ ശ്രമിച്ചുവെന്നും മമ്മൂട്ടിയുടെ മോഹൻലാലിനെ പിന്തുണയില്ലെന്നും പ്രചരിപ്പിച്ചു. സ്ത്രീ മുന്നോട്ട് വരണമെന്ന് പറയുന്നവർ തന്നെ സ്ത്രീകളെ വലിക്കുകയാണെന്നും ഈ കസേരയിൽ എത്ര ദിവസം ഇരിക്കുമെന്ന് കണ്ടറിയണമെന്ന പുച്ഛഭാവമായിരുന്നു ചിലർക്കെന്നും ശ്വേത പറഞ്ഞു. താരസംഘടനയുടെ പ്രസിഡന്റായപ്പോൾ അസൂയാലുക്കൾ കൂടി. ഇങ്ങനെയെങ്കിൽ ഞാനും മത്സരിച്ചേനെ എന്ന മട്ടിലായിരുന്നു പലരും. അവരുടെ സമീപനം ചിരിച്ചു തള്ളാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ശ്വേത അന്ന് പറഞ്ഞിരുന്നു.